മിശ്ര വിവാഹത്തെ അനുകൂലിക്കാൻ CPIക്കും CPIMനും ധാർമ്മികതയില്ലെന്ന് SYS നേതാവ് നാസർ ഫൈസി കൂടത്തായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇസ്ലാമിന് നേരെ വരേണ്ട, സ്വന്തം കാര്യം തീരുമാനിച്ചാൽ മതി, കുടുംബജീവിതം തകർക്കുകയെന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലൈനെന്നും നാസർ ഫൈസി കൂടത്തായി വിമർശിച്ചു. KR ഗൗരിയമ്മയോടും TV തോമസിനോടും മാപ്പ് പറയാതെ മിശ്രവിവാഹത്തിന്റെ പേരിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറയാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഒരു മാന്യതയുമില്ല എന്ന് സാന്ദർഭികമായിക്കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഇസ്ലാമിന് നേരെ വരണ്ട, സ്വന്തം കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കുടുംബജീവിതം എന്നത് തകർക്കുക എന്നിവിടെ ലൈനാണ്. മതം ഈ സാംസ്കാരിക അധിനിവേശം നടത്തുന്നത് കുടുംബത്തിന് നേരെയാണ്. കുടുംബജീവിതം തകർക്കണമെന്നാണ്. അഷ്കർ അലി കരിമ്പയുടെ വിവരങ്ങളുമായി. അഷ്കർ, നേരത്തെ ഉണ്ടായ വിവാദങ്ങളുടെ ഒരു തുടർച്ചയെന്നോണമാണോ ഇപ്പോൾ നാസർ ഫൈസി കൂടത്തായിയുടെ ഈ വിമർശനം? വിനിത, നേരത്തെ തന്നെ സമസ്തയുടെ വ്യത്യസ്ത പ്രഭാഷകർ സമാനമായ രീതിയിൽ CPMനും CPIക്കുമെതിരെ രംഗത്തെത്തിയിരുന്നു. DYFIയും SFIയും അടക്കം മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു നേരത്തെ കൊയിലാണ്ടിൽ വെച്ചുള്ള ഒരു വേദിയിൽ നാസർ ഫൈസി കൂടത്തായി ആരോപിച്ചത്. അത് വലിയ വിവാദങ്ങളിലേക്കും ചർച്ചകളിലേക്കും വഴിവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പട്ടിക്കാട് ജാമിയ നൂരിയുടെ സമ്മേളന വേദിയിൽ വെച്ചുകൊണ്ട് അതിൻ്റെ സെഷനുകൾ പുരോഗമിക്കുകയാണ്. അത്തരമൊരു സെഷനിൽ വെച്ചുകൊണ്ട് SYS നേതാവ് കൂടിയായിട്ടുള്ള ജമിയത്തുൽ ഖുത്തബാഇൻ്റെ സംസ്ഥാന ഭാരവാഹി കൂടിയായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായി വീണ്ടും സമാന ആരോപണം ആവർത്തിക്കുകയും ചെയ്തത്. മിശ്ര വിവാഹത്തിന്റെ കാര്യത്തിൽ ധാർമ്മികമായി പറയാൻ CPMനും CPIയും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അവകാശമില്ല. പ്രത്യേകിച്ച് അതിനൊരു ഉദാഹരണമായി നാസർ ഫൈസി ചൂണ്ടിക്കാണിക്കുന്നത് KR ഗൗരിയമ്മയുടെയും അതുപോലെ തന്നെ TV തോമസിൻ്റെയും ദാമ്പത്യ ജീവിതം അത് തകർത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്. പാർട്ടി രണ്ടായപ്പോൾ അവരോട് പരസ്പരം വേർപിരിയാൻ നേതാക്കൾ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവരെ പരസ്പരം കാണാൻ പോലും അനുവദിക്കാതെ ഇരുവർക്കുമിടയിൽ ഒരു ബെർലിൻ മതിൽ കെട്ടുകയായിരുന്നു പാർട്ടി ചെയ്തിരുന്നത്. അങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ പോലും ദാമ്പത്യങ്ങൾ തകർത്ത ചരിത്രമാണ് ഇടതുപക്ഷ പാർട്ടികൾക്കുള്ളത്. അങ്ങനെയുള്ള ഇടതുപക്ഷ പാർട്ടികളില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അത് എല്ലാ കാലത്തും കുടുംബ ബന്ധങ്ങളെ തകർക്കുക എന്ന ലൈൻ സ്വീകരിക്കുന്നു. അവരൊരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, ഇസ്ലാമിന് ക്ലാസ് എടുക്കാൻ വരേണ്ട, മുസ്ലിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വരേണ്ട എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഇന്ന് നാസർ ഫൈസി നടത്തുകയുണ്ടായി. രൂക്ഷമായ വിമർശനമാണ് ഈ മിശ്ര വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാസർ ഫൈസി ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മിശ്ര വിവാഹത്തെ അനുകൂലിക്കാൻ CPIക്കും CPMനും ഒരു ഘട്ടത്തിലും ധാർമ്മികമായി അവകാശമില്ല. അതുപോലെ VR ഗൗരിയമ്മയോടും അതുപോലെ തന്നെ TV തോമസിനോടും ഇരുവരോടും മാപ്പ് പറയാതെ മിശ്ര വിവാഹത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ സംസാരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അർഹതയില്ല എന്നുമാണ് നാസർ ഫൈസിയുടെ വിമർശനം. വിനീത, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.